തീർത്ഥാടനം എങ്ങനെ വേണം എന്നൊക്കെ ഈ ഒരു വിതുരന്റെ കഥയിൽ കൂടിയാണ് ഭാഗവതം വർണ്ണിക്കുന്നത് അല്ലേ. അപ്പോ തീർത്ഥാടനം ഇന്നിപ്പോ നല്ല ബിസിനസ്സായിട്ട് നടക്കുന്ന കാലമായി ഇന്നിപ്പോ തീർത്ഥാടനം എന്ന് പറയുന്നത്. അപ്പോ തീർത്ഥാടനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, തീർത്ഥാടനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം അതെങ്ങനെ വേണം എന്ന് ഈ വിതുരൻ എന്ന ഭാഗവതന്റെ തീർത്ഥാടനത്തിന് കൂടിയിട്ട് ഭാഗവതം നമ്മളെ ഓർമ്മപ്പെടുത്തുക. തീർത്ഥാടനത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് പരീക്ഷിത്ത് മഹാരാജാവ് 7-ാം ദിവസമുള്ളതായ മരണത്തെ സ്വീകരിക്കാൻ പ്രായോപവേശം എന്ന വ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് ഗംഗാതീരത്ത് എത്തിച്ചേർന്നു എന്നും അത്തരത്തിൽ ഗംഗാതീരത്തേക്ക് എത്തിയതായ പാണ്ഡവപൗത്രനായ ആ പരീക്ഷിത്തിലേക്ക് ഭഗവത് കഥാമൃതത്തെ ഒഴുക്കാനായി വേദവ്യാസപുത്രൻ ശ്രീശുക ബ്രഹ്മഋഷി എത്തിച്ചേർന്നു. ആ ഗുരുനാഥനോട് ഭഗവാന്റെ കഥ പാടിത്തരണേ എന്ന് പരീക്ഷിത്ത് പ്രാർത്ഥിക്കുന്ന രംഗമാണ് മുൻപ് നമ്മൾ അനുസ്മരിച്ചു വെച്ചത്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുൻപിൽ അനേകം ഋഷീശ്വരന്മാര് അവതാരം ചെയ്തു എന്ന് സൂചിപ്പിച്ചുവല്ലോ. അവരോരോരുത്തരും പല വിധത്തിൽ ഈ മഹാഭയത്തിൽ നിന്ന് രക്ഷ നേടാനുള്ളതായ മാർഗം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ചില ഋഷീശ്വരന്മാര് പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ, ഞാൻ അങ്ങയ്ക്ക് അമൃത് കൊണ്ടുതരാം. അമൃത് കിട്ടിയാൽ, അമൃത് കഴിച്ചാൽ പിന്നെ തക്ഷകനെ ഭയക്കണ്ടല്ലോ. ചിലര് പറഞ്ഞു, അതല്ല, ഞാൻ യോഗാസനം പഠിപ്പിക്കാം. ചിലര് പറഞ്ഞു, യാഗങ്ങൾ ചെയ്യാം. ഇങ്ങനെ പലതരം അഭിപ്രായങ്ങള് ആപത്ത് വന്നിരിക്കുന്ന പരീക്ഷത്തിന്റെ മുൻപിൽ വന്നിരുന്നു എന്നാണ്. ഇത്രയൊക്കെ അഭിപ്രായങ്ങൾ തൻ്റെ മുൻപിൽ വന്ന സമയത്ത് അതിൽ നിന്നെല്ലാം വിട്ട് പരീക്ഷിത്ത് എന്ന ആ പരമഭക്തൻ സ്വീകരിച്ചത് എനിക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോ എന്തിനാ ഇങ്ങനെ ചില ചിത്രീകരണങ്ങൾ ഭാഗവതത്തിൽ കൊടുത്തത് എന്നാണെങ്കിൽ, എന്തുകൊണ്ട് പരീക്ഷത്തിന് ഇങ്ങനെ ഭഗവത് കഥകളിലേക്കൊരു ശ്രദ്ധയുണ്ടായി അല്ലേ? ഈ ലോകത്തില് കഥ കേൾക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ കഥ ഏതെങ്കിലും ഒരു കഥ കേട്ടാൽ മതി നമുക്ക് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കഥ കണ്ടാൽ മതി നമുക്ക് എന്നുണ്ടെങ്കിൽ, ഇന്ന് അതിന് പല വിധത്തിലുള്ളതായ സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ധാരാളം തരത്തിലുള്ള കഥകൾ പുസ്തകങ്ങളായിട്ടും ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയിട്ടും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള അവസരം കലിയുഗവാസികളായ നമുക്കുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ കഥകൾ കേൾക്കാനും കാണാനും നമുക്കുണ്ട്. അത്തരത്തിലുള്ള കഥകളെയൊക്കെ വിട്ട് ഈ ഭഗവതിയുടെ, ഈ അമ്മയുടെ മുൻപില് ഭാഗവത കഥ കേൾക്കാൻ ഒരല്പസമയമെങ്കിലും നമ്മൾ ഇരിക്കണമെങ്കിൽ അത് നമ്മളുടെ കേമത്വം കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു സംസ്കാരം, ഈ ഭഗവത് കഥകളോടുള്ള പ്രേമം ഉണ്ട്. അപ്പൊ മറ്റ് കഥകളിൽ നിന്നൊന്നും കിട്ടാത്ത ഒരാശ്വാസവും ആനന്ദവും ഭഗവത് കഥകളിലുണ്ട്, ഭാഗവത കഥകളിലുണ്ട് എന്ന ഭാവത്തിൽ ഭഗവാന്റെ കഥകളിലേക്ക് നമുക്കൊരു ശ്രദ്ധയുണ്ടായെങ്കിൽ പരീക്ഷത്തിന് എന്തുകൊണ്ട് ശ്രദ്ധയുണ്ടായി? പരീക്ഷത്തിന് ഈ കൃഷ്ണ കഥകളിലേക്ക്, ഭാഗവത കഥകളിലേക്ക് ശ്രദ്ധയുണ്ടാകാനുള്ള കാരണം പാണ്ഡവന്മാരുടെ കുലത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ടാണ്. അച്ഛനായ അഭിമന്യുവാണെങ്കിലും, അമ്മയായ ഉത്തരയാണെങ്കിലും, മുത്തശ്ശനായ അർജുനനാണെങ്കിലും, മുത്തശ്ശിയായ സുഭദ്രയാണെങ്കിലും, മുതുമുത്തശ്ശിയായ കുന്തിദേവിയാണെങ്കിലും, പരീക്ഷിത്ത് ജനിച്ച ആ സമയം മുതൽ കാണുന്നതും കേൾക്കുന്നതും കൃഷ്ണ 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 എന്നുള്ള നാമജപമാണ്. അങ്ങനെ കൃഷ്ണനെ സദാസമയവും ആശ്രയിച്ച, ശ്രീകൃഷ്ണ പാദത്തെ ആത്മാർത്ഥമായ ഭക്തിയോടെ സേവിച്ച ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണ്
പരീക്ഷത്തിന് എനിക്ക് ഭഗവാന്റെ കഥ കേൾക്കണം എന്നുള്ള തോന്നലുണ്ടായത്. ഇത് നമ്മളോട് ഭാഗവതം പറയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാ എന്നാണെങ്കിൽ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഭഗവത് കഥകളോടുള്ള ശ്രദ്ധ. ഭഗവാന്റെ കഥകളോട്, ഭാഗവത കഥകളോട്, ഭാഗവതത്തോട് ഒരു സ്നേഹം, ഒരു പ്രേമം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാത്രം കഴിവ് എന്ന് കരുതണ്ട. ഞാനിങ്ങനെ ഭാഗവതം പറയണത്, ഞാനിങ്ങനെ ഭാഗവതം കേൾക്കുന്നത്, ഞാനിങ്ങനെ ഭാഗവതം വായിക്കുന്നത് എൻ്റെ കഴിവ് അല്ല. പിന്നെയോ എൻ്റെ അച്ഛനമ്മമാര്, അവരുടെ അച്ഛനമ്മമാര്, അവരുടെ അച്ഛനമ്മമാര്, ഇങ്ങനെ എൻ്റെ പൂർവികന്മാര് എവിടെയൊക്കെയോ ചെയ്തു വെച്ചതായ ഒരു സംസ്കാരത്തിൻ്റെ, ഭാഗവത സംസ്കാരത്തിൻ്റെ, ഭാഗവത ധർമ്മത്തിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ഈ ഭഗവത് കഥകളോടുള്ളതായ ശ്രദ്ധയുണ്ടായത്. ഇത്തരത്തിൽ ഭാഗവതം അത് എല്ലാവരിലേക്കും എത്തുന്നതല്ല എന്നും, പൂർവ ജന്മപുണ്യവും അത്തരത്തിലുള്ളതായ സുകൃതം ചെയ്തതായ ഒരു സംസ്കാരവുമുള്ള കുടുംബത്തിലെ ഭഗവത് കഥകൾക്ക് സ്ഥാനമുണ്ടാവുള്ളൂ എന്നും പരീക്ഷിത്ത് എന്ന പാണ്ഡവകുലത്തിന്റെ അധികാരിയിൽ കൂടി, അവകാശിയിൽ കൂടി ഭാഗവതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈശ്വരനെ ആശ്രയിക്കലാണ് മർത്യന്റെ, മൃത്യു ആസന്നമായിരിക്കുന്ന ഒരുവന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നും അതിന് ഏറ്റവും നല്ല വഴി ഭഗവാനെ ധ്യാനിക്കലാണ്. പരീക്ഷത്തെ ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞ് ശുകബ്രഹ്മർഷി മഹാപുരുഷരൂപിയായ നാരായണന്റെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ അങ്ങ് ഭഗവാനെ ധ്യാനിക്കണം. എങ്ങനെയാ ധ്യാനിക്കേണ്ടതെന്നറിയോ? പാതാളമേതസ്യ ഹി പാദമൂലം. പാതാളം മുതല് 14 ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ട്, ഈ കാണുന്നതായ കാർമേഘങ്ങളെല്ലാം ഭഗവാന്റെ കാർകൂന്തലായിട്ട്, ഈ കാണുന്ന സൂര്യചന്ദ്രന്മാര് ഭഗവാന്റെ നേത്രങ്ങളായിട്ട്, ഈ സഞ്ചരിക്കുന്നതായ നീങ്ങുന്നതായ സമയം ഭഗവാന്റെ സഞ്ചാരമായിട്ട്, ഈ വീശുന്നതായ കാറ്റ് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമായിട്ട്, ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഭഗവാന്റെ രോമങ്ങളായിട്ട്, ഈ ഒഴുകുന്ന നദികളെല്ലാം ഭഗവാന്റെ ശരീരത്തിലെ നാഡികളായിട്ട്, ഈ കാണുന്ന പർവ്വതങ്ങളെല്ലാം ഭഗവാന്റെ ശരീരത്തിലെ രോമകൂപങ്ങളായിട്ട്, അങ്ങനെ ഒരു ഭഗവാനെ അങ്ങ് ധ്യാനിക്കൂ. പരീക്ഷിത്ത് കണ്ണടച്ചിട്ട് പറഞ്ഞു, പറ്റണില്ലല്ലോ ഭഗവാനെ. പാതാളം മുതൽ 14 ലോകങ്ങളെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് അത്യധിഷ്ഠദശാങ്കുലം, ഈ പ്രപഞ്ചത്തിന്റെ അതിരും ഭേദിച്ചു നിൽക്കുന്ന വിശ്വരൂപിയായ ഭഗവാനെ എൻ്റെ മനസ്സിനുള്ളില്, ഹൃദയത്തിനുള്ളിൽ ഒതുക്കി കാണാൻ എനിക്ക് സാധിക്കണില്ലല്ലോ എന്ന് പരീക്ഷിത്ത് പറഞ്ഞപ്പോഴാണ്, എങ്കിൽ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഒതുങ്ങുന്ന വിധത്തിൽ ആ ഭഗവാന്റെ മഹിമ ഞാൻ പാടിത്തരാം. ഈ പറഞ്ഞ വിശ്വരൂപിയായ ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനായി എടുത്തു മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങിയിട്ടുള്ള പല 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 അവതാരങ്ങളും. അപ്പോ ഈ അവതാര കഥകൾ കേട്ടാൽ, ഈ അവതാര രൂപങ്ങളും അവതാര ലീലകളും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങയ്ക്ക് കാണാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ അവതാര കഥകളെ ഞാൻ അങ്ങയ്ക്ക് പാടിത്തരാം. അങ്ങ് എന്താ വേണ്ടത്? ഈ കർണപുടങ്ങളിൽ കൂടിയിട്ട് ഭഗവാന്റെ കഥകളെ ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് കോരി നിറയ്ക്കൂ. അല്ലേ? ശരിക്കും 2 ദ്വാരം വെച്ചാൽ മതിയായിരുന്നു ഭഗവാന്. അല്ലേ? എന്തിനാ ഈ സാധനം? ഇങ്ങനെ 2 സാധനം എന്തിനായിരുന്നു? ഭഗവാൻ എന്തിനായിരിക്കും ഇത്? ഓരോ നമ്മുടെ ശരീരത്തിൽ ഓരോ സാധനവും വെച്ചതിന് കൃത്യം കണക്കൊക്കെ ഉണ്ട്. അല്ലേ? 2 ചെവിയും 1 നാവും. അല്ലേ? 2 ചെവിയും 1 നാവും, അതിനൊക്കെ കണക്കുണ്ട്. എന്താ? ധാരാളം കേൾക്കണം. അല്ലേ? ധാരാളം കേൾക്കണം. ഈ കേട്ടതൊക്കെ പുറത്തു പറയാനുള്ള കാര്യമാവില്ല. അല്ലെങ്കിൽ കേട്ടതൊക്കെ പുറത്തേക്ക് വിടാൻ പാടില്ല. കുറച്ചു പറയണം.
അതിനു വേണ്ടിയിട്ടാണ് 2 ചെവിയും 1 നാവും. അപ്പോ ഇതുപോലെ ഭഗവാൻ ഇങ്ങനെ 2 സാധനം വച്ചത് കൊണ്ട് വെറുതെ വച്ചതല്ല അത്. പിന്നെന്തിനാ വച്ചത്? കണ്ണടയുടെ കാല് വയ്ക്കാനാണോ? അതൊരു ഒരാവശ്യമാണ് അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണടയുടെ കാല് എവിടെയാ വയ്ക്കുക? അപ്പൊ ഏതായാലും ഭഗവാൻ ഇങ്ങനെ 2 സാധനം വെച്ചത് കണ്ണടയുടെ കാല് വയ്ക്കാൻ മാത്രല്ല, പിന്നെയോ ശ്രവണപുടേഷു. ഭഗവാന്റെ കഥകള് ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് കോരി നിറയ്ക്കാൻ 2 പാത്രങ്ങളാണത്രേ ഈ കർണപുടങ്ങൾ. ഇനി ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരമാകുന്നതായ ഈ കൊട്ടാരത്തില് ടെറസിന്റെ മുകളിൽ 2 ഭാഗത്ത് 2 കൊടകൾ ഫിറ്റ് ചെയ്തു ഭഗവാൻ. ഇന്നിപ്പുണ്ടല്ലോ ചില വീടിന്റെ ഒക്കെ ടെറസിന്റെ മുകളിൽ DTH കൊടകള്, ഡിഷ് ആന്റിനകള്. അതുപോലെ ഗുരുവായൂരപ്പൻ മനുഷ്യന്മാർക്ക് നൽകിയ 2 ഡിഷ് ആന്റിനകള്. ഇതിനാ ഈ DTH കൊടാന്നറിയോ? പരദൂഷണം ട്യൂൺ ചെയ്യാനല്ല, പരദൂഷണത്തിന്റെ ചാനല് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്താ പറഞ്ഞത് ഇപ്പൊ അയാളെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന് കേൾക്കാനല്ല. പിന്നെയോ പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ആ ഭഗവത് കഥകളെ കോരി ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ തന്നതാണ് ഈ ചെവിക്കൊടകള്. ഈ കർണപുടങ്ങളിൽ കൂടി ഹൃദയത്തിലേക്ക് ഭഗവാന്റെ കഥകളെ വേണ്ടതുപോലെ അങ്ങ് സ്വീകരിക്കൂ എന്ന് അനുമോദിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട് സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ. എന്റെ വാക്കുകള് അത് ഭക്തിയുള്ളതായി തീരാൻ എന്റെ നാവിൽ അലങ്കാരമായിട്ട് ഓരോ വാക്കുകളിലും ആ ഭഗവാന്റെ, ആ വാണീദേവിയുടെ കടാക്ഷമുണ്ടാവണേ എന്ന് സാരസ്വത മന്ത്രത്തിൽ കൂടി ഭഗവാനോട് പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് ശുക ബ്രഹ്മഋഷി എന്ന ഭാഗവത ഗുരുനാഥന്റെ അമൃതവാണികള് ആരംഭിക്കുന്നത്. പണ്ട് ബ്രഹ്മാവിനെ കാണാനായി പുറപ്പെട്ടു നാരദര്. ബ്രഹ്മാവിന്റെ മടിത്തട്ടിൽ നിന്നുണ്ടായ ബ്രഹ്മാവിന്റെ മകനാണ് ആര്? നാരദ മഹർഷി. അപ്പൊ അച്ഛനെ കാണണം എന്ന് തോന്നുമല്ലോ ഇടയ്ക്ക്. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയി നാരദര്. അവിടെ പോയപ്പോ കണ്ട ഒരു കാഴ്ച എന്താ? ബ്രഹ്മാവ് 8 കണ്ണുകളും അടച്ച് ഇരിക്കുക. 8 കണ്ണുകളും അടച്ചിട്ടിരിക്കുക ബ്രഹ്മാവ്. നമ്മളൊക്കെ കണ്ണടച്ചിട്ട് കസേരയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടാ മനസ്സിലാക്കാം എന്ത് ഉറങ്ങുകയാണെന്ന്. പക്ഷെ ബ്രഹ്മാവ് അങ്ങനെ ഉറക്കം തൂങ്ങുന്ന ആളല്ല. അപ്പോ നാരദർക്ക് സംശയമായി, അച്ഛൻ എന്താ ഈ കണ്ണടച്ച് ആലോചിക്കുന്നത്? കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ നാരദര് ചോദിച്ചു, അച്ഛൻ ഇപ്പൊ എന്താ ചെയ്തത് കണ്ണടച്ചിട്ട്? ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ കുറച്ചു സമയം ധ്യാനിച്ചു. ഇത് കേട്ടപ്പോ നാരദർക്ക് ആശ്ചര്യമായി. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അച്ഛനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടി ചെയ്ത അച്ഛൻ ആരെയാ ധ്യാനിക്കണത്? അപ്പോഴാ ബ്രഹ്മാവ് പറഞ്ഞത്, ശരിയാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാനാ സൃഷ്ടിച്ചത്. പക്ഷേ എന്നെ സൃഷ്ടിച്ച ഒരാളുണ്ട്, ഞാൻ അയാളെയാ ധ്യാനിച്ചത്. അതാരാ? അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ അറിയില്ലല്ലോ, അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് ആ കഥ നാരദരോട് പറയുന്നത്. പണ്ട് ആദിനാരായണൻ ശ്രീപത്മനാഭൻ, ആ പത്മനാഭത്തിൽ നിന്ന്, നാഭീകമലത്തിൽ നിന്ന് ചതുരാനനായിട്ടുള്ള ഞാനുണ്ടായി. 4 ദിശകളിലേക്ക് നോക്കിയപ്പോ എനിക്ക് 4 ശിരസ്സുകൾ. ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്താ എന്റെ ജോലി? അല്ല, ഈ താമര ഇങ്ങനെ ഇളകാണ്ട് നിൽക്കുന്നത്? അപ്പൊ ഈ താമര എവിടുന്നാ ഉണ്ടായത്? പതുക്കെ നാഡീവിരന്തർജലമാവിവേശ. പതുക്കെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ താമരയുടെ തണ്ടിനകത്തുകൂടി അതിന്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു എന്നാണ് കഥ. എത്രയോ കാലം ആ താമരത്തണ്ടിനകത്തുകൂടി സഞ്ചരിച്ചു അതിനറ്റം കണ്ടെത്താൻ സാധിച്ചില്ല ബ്രഹ്മാവിന്. അപ്പോഴാണ് തപ ഇതി, തപസ് ചെയ്യൂ എന്നുള്ളതായ അശരീരി കേട്ടത്. ബ്രഹ്മാവ് തപസ് ചെയ്യൂ, പുറമേക്കുള്ള അന്വേഷണം കൊണ്ട്
ഒരിക്കലും അങ്ങയ്ക്ക് ഈ ശക്തിയെ, ഈ ചൈതന്യത്തെ അറിയാൻ സാധിക്കില്ല. അന്വേഷണം കരണവും അഞ്ചും ഉള്ളടക്കി തെരുതരെ ലേ എല്ലാ തരത്തിലുള്ളതായ ഇന്ദ്രിയവൃത്തികളെയും നിരോധനം ചെയ്ത് ഉള്ളിലേക്ക് നോക്കിയാലേ ഈ പരമചൈതന്യത്തെ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ള വാക്ക് കേട്ട് ബ്രഹ്മാവ് വീണ്ടും താമരയിൽ വന്നിരുന്ന് അതിഗംഭീരമായ തപസ് ആരംഭിക്കുന്നു. ആ തപസ്സിനൊടുവിൽ ബ്രഹ്മാവിന്റെ മുൻപില് സാക്ഷാൽ നാരായണൻ അവതാരം ചെയ്തു. ഭഗവാനെ കണ്ടതും ബ്രഹ്മാവിന് എന്തെന്നില്ലാത്ത ബോധം, എന്തെന്നില്ലാത്തതായ ജ്ഞാനം, എന്തെന്നില്ലാത്തതായ സന്തോഷം. ഭഗവാനെ തൻ്റെ ഉള്ളിൽ തോന്നിയതായ അതിസുന്ദരമായ അവതാര സ്തുതികളെ കൊണ്ട് ഭജിച്ചു ബ്രഹ്മാവ്. സ്തോത്രവും സ്തുതിയും ഒക്കെ കേട്ടപ്പോൾ സന്തോഷിച്ച ഭഗവാൻ ബ്രഹ്മാവിന്റെ കൈകളെ ചേർത്ത് പിടിച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ, ഞാൻ എന്താ അങ്ങേക്ക് തരേണ്ടത്? ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ താമരയുടെ മുകളിൽ ഉണ്ടായി എന്നല്ലാണ്ടേ എന്താ എൻ്റെ കടമ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒന്നും എനിക്ക് ഒരു ധാരണയില്ല. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് സൃഷ്ടി ചെയ്യാനായിട്ട് അറിയിക്കുന്നത്. അങ്ങ് സൃഷ്ടി ചെയ്യണം, സൃഷ്ടികർത്താവാണ് അങ്ങ്, അതുകൊണ്ട് അങ്ങയുടെ കർത്തവ്യം സൃഷ്ടി ചെയ്യലാണ് എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, വേറെ ഏത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം, വേറെ ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ സൃഷ്ടി എന്ന് പറയണത് അതൊരു വല്ലാത്ത തലവേദന പിടിച്ച പണിയാ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതെല്ലാ ജോലിക്കാരും അവരവരുടെ ജോലിയെക്കുറിച്ച് പറയുന്ന കാര്യം എല്ലാ ജോലിക്കാരും പറയും. മാഷന്മാരോട് ചോദിച്ചു നോക്കുക, അവര് പറയും, അയ്യോ ഈ അധ്യാപകരുടെ ജോലി പോലെ തലവേദന. വേറെ ഏത് ജോലിക്കാരോട് ചോദിച്ചാലും അവര് പറയും ഇതുപോലെ തലവേദന പിടിച്ച പണി പറയില്ല എന്ന്. പക്ഷെ ബ്രഹ്മാവ് വെറുതെ പറയണതല്ലാട്ടോ, സൃഷ്ടി അതൊരു തലവേദന പിടിച്ച പണി തന്നെയാണ്. കാരണം ഈ സൃഷ്ടിയിൽപ്പെട്ട വസ്തുക്കളുടെയൊക്കെ സുഖദുഃഖങ്ങള് സൃഷ്ടി ചെയ്യുന്ന നമ്മളെ ബാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവ്, ഇതിലുണ്ടാകുന്ന സൃഷ്ടികളാണ് മക്കള് അല്ലേ? മക്കൾക്കൊരു ദുഃഖം വന്നാൽ അത് ആരെ ബാധിക്കുന്നുണ്ട്? മക്കൾക്ക് ഒരു അസുഖം വന്നാൽ ആരെ ബാധിക്കും? അച്ഛനമ്മമാരെ ബാധിക്കണില്ലേ? മക്കൾക്ക് പരീക്ഷ വരുമ്പോ മക്കൾക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല, അച്ഛനമ്മമാർക്കല്ലേ ടെൻഷൻ. അപ്പോ കുട്ടികളുടെ ടെൻഷൻ അച്ഛനമ്മമാരെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവിന്റെ ടെൻഷൻ എത്രയായിരിക്കും അല്ലേ? കാരണം ഈ പ്രപഞ്ചത്തിലെ സകലരുടെയും ടെൻഷൻ ബ്രഹ്മാവിന്റെ തലയിൽ കയറും അല്ലേ? നമുക്കൊക്കെ ഇപ്പൊ ടെൻഷൻ വന്നാലും ഒരു തലയുടെ ടെൻഷനെ സഹിക്കണ്ടു, മൂപ്പർക്ക് 4 തലയും. അപ്പോഴാണ് ബ്രഹ്മാവ് ഭഗവാനോട് ചോദിച്ചത്, ഈ സൃഷ്ടിയുടെ ബന്ധം അതില്ലാണ്ടാവാൻ എന്താ മാർഗം ചോദിച്ചപ്പോഴാണ് ഭഗവാൻ, ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണഗതിതം മയാ. പരമമായ ജ്ഞാനത്തെ ബ്രഹ്മാവിനായിട്ട് ഉപദേശിക്കുന്നത്. ബ്രഹ്മദേവ, സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുക്കളുടെയും ബന്ധം അങ്ങയെ ബാധിക്കാതെ, ഈ പ്രപഞ്ചത്തിലെ ഒരു ദുഃഖവും ഏൽക്കാതെ ജീവിക്കാൻ അങ്ങയ്ക്ക് സാധിക്കും. ഈ പരമജ്ഞാനത്തെ ഉള്ളിൽ കരുതിയാൽ മതി. എന്താ പരമജ്ഞാനം? അഹമേവാസമേവാഗ്രേ നാന്യത്യൽ സദസൽ പരം പശ്ചാദഹം യതേതച്ഛ യോ അവശിഷ്യേതസോസ്മ്യഹം. സൃഷ്ടിക്ക് മുമ്പായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എങ്കിൽ സൃഷ്ടിയായി വരുന്ന വസ്തുക്കളെല്ലാം ഞാൻ തന്നെയാണ്. നാളെ ഇത് ലയിച്ചാൽ ശേഷിക്കുന്നതും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഞാൻ താനിതെല്ലാം, മറ്റൊന്നുമില്ല, നൂനം സനാതനം. ഈ പ്രപഞ്ചം എപ്രകാരമാണോ സമുദ്രത്തില് തിരമാലയുണ്ടായി നിലനിന്ന് ആ സമുദ്രത്തിലേക്ക് ലയിക്കുന്നത്, അതുപോലെ എന്നിൽ നിന്നുണ്ടായി എന്നാൽ നിലനിന്ന് എന്നിലേക്ക് ലയിക്കുന്നതാണ്. ഈ ഒരു ചിന്ത അങ്ങയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ സൃഷ്ടിച്ചു, എൻ്റെ സൃഷ്ടി എന്നുള്ള വേവലാതി കുറയും. അങ്ങനെ പരമജ്ഞാനത്തെ ബ്രഹ്മാവിനായിട്ട് ഭഗവാൻ ഉപദേശിച്ചു.
ആ ഭാഗവതം ഉപദേശിച്ച സാക്ഷാൽ നാരായണനെ, ഭാഗവത സ്വരൂപിയായ മഹാവിഷ്ണുവിനെയാണ് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷിക്ക് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു ബ്രഹ്മദേവൻ. ആ ചതുശ്ലോകി ഭാഗവതം എന്ന അറിവിനെയാണ് വിഷണ്ണനായിരിക്കുന്ന വേദവ്യാസ മഹർഷിക്ക് നാരദര് കൊണ്ടുകൊടുക്കുന്നതും. ആ ചതുശ്ലോകി ഭാഗവതം എന്ന വിത്തിൽ നിന്ന് സർഗം വിസർഗം തുടങ്ങിയ ദശലക്ഷണങ്ങളോടുകൂടി 335 അധ്യായങ്ങളിൽ 18,000 ഗ്രന്ഥശ്ലോകങ്ങളിൽ 12 സ്കന്ധങ്ങളാൽ ഭാഗവതം എന്ന മഹാപുരാണത്തെ വ്യാസമഹർഷി ചമച്ചു എന്ന് അവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഭഗവാന്റെ സൃഷ്ടിലീല, പ്രപഞ്ച സൃഷ്ടി, അതിനെ ഒന്നറിഞ്ഞാൽ നന്നായിരിക്കും എന്ന പരീക്ഷത്തിന്റെ ആവശ്യം കേട്ടപ്പോ കഥ പറയുന്നതായ ഗുരുനാഥൻ ശുഗബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷത്തെ, പണ്ട് വിതുരൻ എന്ന കൗരവശ്രേഷ്ഠൻ, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അനുജനായ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. ആ വിതുര മഹാശയന്റെ തീർത്ഥാടനം അവസാനിച്ചത് മൈത്രേയൻ എന്ന മഹർഷിയുടെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞു നിർത്തിയപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചത്, വിതുരം കൊട്ടാരം വിട്ടുപോകാൻ എന്തായിരുന്നു കാരണം? ഈ ഒരു കാരണത്തെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ സർഗം, സൃഷ്ടി എന്ന ലക്ഷണത്തോടു കൂടിയ 3-ാമത്തെ സ്കന്ധം, തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത്. ആദ്യത്തെ 4 അധ്യായങ്ങളെ കൊണ്ട് ഈ വിതുരന്റെ കൗരവസഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കിനെ പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ധൃതരാഷ്ട്ര മഹാരാജാവ് പുറമേക്കുള്ള 2 കണ്ണുകളും ജന്മനാ അന്ധത, തിമിരം ബാധിച്ച ആളാണ് ആര്? ധൃതരാഷ്ട്രര്. പുറമേക്കുള്ള കണ്ണുകൾ മാത്രമല്ല നമുക്കുള്ളത്, പിന്നെയോ നമ്മുടെ അകത്ത് 2 കണ്ണുണ്ടത്രേ. അതേതാ അകത്തുള്ള കണ്ണ്? അകക്കണ്ണ്, വിശേഷ ബുദ്ധി എന്നൊക്കെ പറയും. ഈ പുറമേക്കുള്ള കണ്ണിന് എപ്രകാരമാണോ ധൃതരാഷ്ട്ര മഹാരാജാവിന് തിമിരം, അതേപോലെ അദ്ദേഹത്തിന്റെ അകക്കണ്ണിനൊരു തിമിരം വന്നു. അതേത് തിമിര? പുത്രസ്നേഹം എന്നുള്ള തിമിരം. അതായത് ദുര്യോധനാദികളോടുള്ള അമിതമായ വാത്സല്യം. ദുര്യോധനാദികള് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഒന്നും പറയാൻ പറ്റണില്ല സ്നേഹം കൊണ്ട്. കുട്ടികളെ ശകാരിക്കാൻ പറ്റണില്ല സ്നേഹം കൊണ്ട്. കുട്ടികളെ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല സ്നേഹം കൊണ്ട്. അങ്ങനെയുണ്ടാവും നമുക്ക് ചിലപ്പോ, അല്ലേ? ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനന്റെ കുരുത്തക്കേടുകളെ ക്ഷമിച്ചു. പക്ഷേ അനുജനായ വിതുരൻ സഹിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞ സഭയിൽ വെച്ച് ഏട്ടനോട് പറയും, ഈ ദുര്യോധനന്റെ പോക്ക് ശരിയല്ല. ദുര്യോധനനെ കണ്ടിട്ടാണ് ബാക്കി 99 അനിയന്മാരും വളരുന്നത്. അതുകൊണ്ട് ദുര്യോധനൻ ഒരുത്തനെ ഇവിടുന്ന് നാട് കടത്തിയാൽ ബാക്കിയുള്ള മക്കൾ അങ്ങേക്ക് നേരെ കിട്ടും. അതുകൊണ്ട് ദുര്യോധനനെ പുറത്താക്കണം. ദുര്യോധനൻ ചെയ്യണത് ശരിയല്ല, ദുര്യോധനൻ ചെയ്ത് ശരിയല്ല, പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുക്കണം എന്നൊക്കെ വിതുരൻ ഉപദേശിക്കുമ്പോ ധൃതരാഷ്ട്രർ പറയും, വിതുര, നീ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ദുര്യോധനന്റെ പോക്ക് ഈയിടെയായിട്ട് മഹാമോശാണെന്ന്. ഇന്ന് ഞാൻ അവനോട് ചോദിക്കും, അവൻ ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് ഞാൻ ദുര്യോധനനെ മുമ്പിൽ കിട്ടിയാൽ ഇതൊക്കെ ചോദിക്കുന്നൊക്കെ പറയും ധൃതരാഷ്ട്രര്. പക്ഷേ ദുര്യോധനൻ വന്നിട്ട് അച്ഛാന്നങ്ങ് വിളിച്ചാൽ എല്ലാം മറക്കും. ഇങ്ങനെ ഒരു വാത്സല്യം ദുര്യോധനനോട് വന്നു. ഒരിക്കൽ വിതുരൻ കൗരവസഭയിൽ വെച്ച് പ്രസംഗിച്ചു, ദുര്യോധനനെ നാടുകടത്തണം, ദുര്യോധനനെ നാടുകടത്തണം. ഈ പ്രസംഗം കേട്ടുകൊണ്ടാണ് അവിടേക്ക് ദുര്യോധനൻ കടന്നു വന്നത്. തരക്കേടില്ല, തന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ട് തന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാട് കടത്താൻ ഇളയച്ഛൻ, ചെറിയച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ ദുര്യോധനൻ കുറച്ച് ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ പിടിച്ച് ഗോപുരത്തിന്റെ പുറത്തു കൊണ്ടുപോയി അടിച്ച് കൊല്ലണ്ട, ശ്വാസം ബാക്കി വെച്ചോളൂ. അങ്ങനെ സ്വന്തം ബന്ധുക്കൾ തന്നെ വിതുരനെ അടിച്ച് പുറത്താക്കാൻ നോക്കുക. സ്വന്തം കുടുംബക്കാര്, സ്വന്തം ബന്ധുക്കൾ തന്നെ ആട്ടിപ്പുറത്താക്കിയപ്പോ സത്യം പറഞ്ഞാൽ
വിതുരന്റെ ഉള്ളിൽ വലിയ സന്തോഷമായി. പുറത്ത് അദ്ദേഹം സങ്കടമൊക്കെ അഭിനയിച്ചുവെങ്കിലും ഉള്ളില് വിതുരന് വലിയൊരു സമാധാനം. സ്വന്തം ബന്ധുക്കളൊക്കെ കൂടി പുറത്താക്കിയപ്പോ ഉള്ളിലൊരു സമാധാനം. എന്താ സമാധാനം എന്നറിയോ? കുറെ കാലമായി വിതുരൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട്, ഒരു തീർത്ഥാടനം നടത്തണം. കുറെ കാലമായിട്ടുള്ള ആഗ്രഹം, തീർത്ഥാടനത്തിന് പോകണം. പക്ഷേ ഇത്ര കാലം പോവാൻ പറ്റിയില്ല. എന്താ കാരണം? താൻ പോയാ തൻ്റെ ഏട്ടനാരാ, താൻ പോയാ തൻ്റെ ഇടത്തിയമ്മയ്ക്കാരാ, താൻ പോയാ തൻ്റെ കുടുംബത്തിനാരാ. ഈ ഒരു ബന്ധം കൊണ്ട് ഇത്ര കാലം തീർത്ഥാടനത്തിന് പോയില്ല വിതുരൻ. ഇപ്പോ അതേ ഏട്ടനും മക്കളും കൂടിയിട്ട് അടിച്ചു പുറത്താക്കിയപ്പോ വിതുരന് സമാധാനായി. ഇനി ടെൻഷൻ ഇല്ലാണ്ട് തീർത്ഥാടനത്തിന് പോവാലോ. അങ്ങനെയാണ് വിതുരൻ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത്. 36 വർഷത്തോളം വിതുരൻ തീർത്ഥാടനം ചെയ്തു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോ തീർത്ഥാടനം എങ്ങനെ വേണം എന്നൊക്കെ ഈ ഒരു വിതുരന്റെ കഥയിൽ കൂടിയാണ് ഭാഗവതം വർണ്ണിക്കുന്നത്, അല്ലേ? അപ്പോ തീർത്ഥാടനം ഇന്നിപ്പോ നല്ല ബിസിനസ്സായിട്ട് നടക്കുന്ന കാലമായി ഇന്നിപ്പോ തീർത്ഥാടനം എന്ന് പറയുന്നത്. അപ്പോ തീർത്ഥാടനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, തീർത്ഥാടനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഭാവം അതെങ്ങനെ വേണം എന്ന് ഈ വിതുരൻ എന്ന ഭാഗവതന്റെ തീർത്ഥാടനത്തിന് കൂടിയിട്ട് ഭാഗവതം നമ്മളെ ഓർമ്മപ്പെടുത്തുക. തീർത്ഥാടനത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ, അത് ഭഗവത് ദർശനമാവണം, അല്ലേ? ഇപ്പൊ ചോറ്റാനിക്കരയ്ക്ക് വരണമെങ്കിൽ ഭഗവതിയെ കാണലാണ് ഏറ്റവും പ്രധാനം. ഗുരുവായൂര് പോകണമെങ്കിൽ പപ്പടം വാങ്ങലാവരുത്, ഗുരുവായൂരപ്പനെ കാണലാവണം ഏറ്റവും പ്രധാനം. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ആ ഭഗവാനെ ദർശിക്കലാണ് ഏറ്റവും പ്രധാനം. അതിന് മുകളിൽ മറ്റൊന്നും നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിൽ ഉണ്ടാവരുത്, അല്ലേ? പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഉറപ്പ് പറയണ്ട, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഗുരുവായൂർ പോകണുണ്ടോ വിചാരിക്കുക, ഇന്നത് വാങ്ങാമെന്ന് ഉറപ്പിക്കണ്ട, കിട്ടിയാ വാങ്ങാന്ന് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനൊക്കെ കണ്ടു, പക്ഷെ നാട്ടിലെത്തിയിട്ടും ഒരു സന്തോഷവും ഇല്ല. എന്തേ? പപ്പടം വാങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു, മറന്നുപോയി. ആ സമയത്ത് ഗുരുവായൂർ അകത്തേക്ക് തൊഴാൻ പോകുമ്പോ ഞാനൊരു നല്ല കടയിൽ പപ്പടം കണ്ടുവച്ചതാ, പക്ഷെ ഇറങ്ങിയപ്പോ മറന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കണ്ടിട്ടും ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ഒരു തരത്തിലും തീർത്ഥാടനം ചെയ്യുമ്പോ മറ്റൊരു ലിസ്റ്റ് കയ്യിൽ ഉണ്ടാവരുത്. പിന്നെ ഭാഗവതം പറയണത് തീർത്ഥാടനത്തിന് കഴിയുന്നതും ഒറ്റയ്ക്ക് പോണതാവും നല്ലത്. തീർത്ഥാടനത്തിന് കഴിയണതും ഒറ്റയ്ക്ക് പോണതാവും നല്ലത്. എന്താ ഒറ്റയ്ക്ക് പോയാലുള്ള ഗുണം? വേറൊരാളുടെ സൗകര്യം നമ്മൾ നോക്കണ്ട. നമുക്ക് തൊഴണമെങ്കിൽ തൊഴാം, നമുക്ക് ജപിക്കണമെങ്കിൽ ജപിക്കാം, നമുക്ക് നമസ്കരിക്കണമെങ്കിൽ നമസ്കരിക്കാം, നമുക്ക് പ്രദക്ഷിണം വെക്കണമെങ്കിൽ പ്രദക്ഷിണം വെക്കാം, നമുക്ക് ഒന്നും കൂടി തൊഴണമെങ്കിൽ ഒന്നും കൂടി തൊഴാം. നേരെ മറിച്ച് 4 ആള് കൂടി പോയാലോ? ഒരാൾ പറയും നമുക്ക് തൊഴുതിട്ട് ചായ കുടിക്കാം, അപ്പൊ മറ്റേ ആള് പറയും നമുക്ക് കാപ്പി കുടിച്ചിട്ട് തൊഴുതാലും പോരെ. മറ്റേ ആള് പറയും എനിക്ക് അപ്പുറത്ത് ചെരുപ്പ് വെച്ചിട്ടുണ്ട്, അത് പോകുമെന്നാ ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ തൊഴല് മാത്രം നടക്കില്ല, ചെരുപ്പ് പിടിക്കലും കാപ്പി കുടിക്കലും ഒക്കെ നടക്കും. അപ്പോ ഒരു തരത്തിലും തീർത്ഥാടനത്തിന് കുറെ ആള് കൂടി പോവരുത്. ഇനി പോണതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒരേ മനസ്ഥിതിയുള്ള ആൾക്കാരായാൽ മതി, അല്ലേ? ഇപ്പൊ തൊഴാൻ വരുന്ന എല്ലാവരും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ തൊഴണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പോ തീർത്ഥാടനത്തിന് പോയാൽ നമുക്കതിന്റെ ഫലം ഉണ്ടാവില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം, തീർത്ഥാടനത്തിന് പോകുമ്പോ കഴിയുന്നതും ആരെയും അറിയിക്കാണ്ട് പോവുക. ഇതൊക്കെ നമ്മള് ഇന്നത്തെ കാലത്തും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരാളോടും പറയാതെ വേണം തീർത്ഥാടനത്തിന് പോവാൻ. നമ്മളിപ്പോ ഗുരുവായൂര് പോകണമെങ്കിൽ ഒരാഴ്ച മുമ്പ് സ്റ്റാറ്റസിലും അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ ഇട്ട് എല്ലാവരും അറിയിച്ചിട്ടാണ് നമ്മൾ തീർത്ഥാടനത്തിന് പോവുക, അല്ലേ? ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അന്നത്തെ സ്റ്റാറ്റസ് അതാ. അപ്പൊ മെസ്സേജ് വന്നു, വരുമ്പോഴേ എനിക്കൊരു സാധനം വാങ്ങി കൊണ്ടു തരുമോ? ഇപ്പൊ എന്തായി? ഗുരുവായൂരപ്പനെ കാണാൻ വന്ന നമുക്കൊരു ചുമതലയും കൂടിയായി. അപ്പോ കെട്ടിറക്കാൻ പോയവരാ നമ്മളൊക്കെ, അല്ലേ? അവിടെ പോയിട്ട് കുറെ ടെൻഷൻ ഉള്ള കെട്ടൊക്കെ ഇറക്കാൻ പോയവരാ. നോക്കുമ്പോ നാട്ടുകാരെ അറിയിച്ചപ്പോ അവര് കുറെ കെട്ട് ഇങ്ങോട്ടേക്ക് തരിക. ഇതിന് ഗുരുവായൂരിന്ന് വരുമ്പോ അത് കൊണ്ടുവരണേ, ഗുരുവായൂരിന്ന് വരുമ്പോ ഇത് പറയണേ. പിന്നെ ഭാഗവതം പറയണ ഒരു കാര്യം,
കഴിയണതും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ച് പരിചയക്കാരെ, ബന്ധുക്കളെ കാണാതിരിക്കാൻ ശ്രമിക്കുക. അല്ലേ? തീർത്ഥാടനത്തിന് പോയാൽ പരിചയമുള്ള ആൾക്കാരെ ഒന്നും കാണാൻ ശ്രമിക്കരുത്. അല്ലേ? ഏതെങ്കിലും തൂണിന്റെ പിറകില് പരിചയക്കാരെ കണ്ടാൽ ഒളിച്ചു നിന്നോളൂ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്തിനാണോ തീർത്ഥാടനം ചെയ്തത്, ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഭഗവാനെ കണ്ടത്, ആ കണ്ടതിൻ്റെ ഫലം മുഴുവൻ ഇവരില്ലാണ്ടാക്കും. ഇപ്പോ ഭഗവാനെ കണ്ട് മനസ്സിലെ ടെൻഷനൊക്കെ മറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബന്ധുവിനെ കണ്ടാൽ അയാളുടെ ചോദ്യം എന്തായിരിക്കും? ഇപ്പൊ സൂക്കേട് എങ്ങനെയുണ്ട്? അമ്മയുടെ സുഖം എങ്ങനെയുണ്ട്? വീട് പണി എന്തായി? അച്ഛന്റെ സുഖം എന്തായി? ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ മറക്കാനാ പോയത് ഭഗവാനെ കാണാൻ. അതൊക്കെ ഈ ബന്ധുക്കൾ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് വിതുരൻ നമ്മളോട് പറഞ്ഞു, അലക്ഷ്യ അവധൂത. അല്ലേ? കഴിയുന്നതും ഒരാൾക്കും മനസ്സിലാവാത്ത രീതിയിൽ വേണം തീർത്ഥാടനം ചെയ്യാൻ. ഇങ്ങനെ പറയാൻ പുറപ്പെട്ടാൽ നമുക്ക് തീർത്ഥാടനത്തെ കുറിച്ച് തന്നെ കുറെ പറയാനുണ്ട്. ഏതായാലും ഇത്തരത്തിൽ അതിഗംഭീരമായി തീർത്ഥാടനം നടത്തിയ വിതുരൻ വൃന്ദാവനം എന്ന പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. വൃന്ദാവനത്തിലേക്ക് എത്തി. ആ വൃന്ദാവനത്തില് യമുനാ തീരത്തു കൂടിയിട്ട് ഭഗവാന്റെ അതിസുന്ദരമായ തൃപ്പാദങ്ങൾ പതിഞ്ഞ യമുനാ നദിയുടെ തീരത്തുകൂടി ആ ഭാഗവതോത്തമനായ ഉദ്ധവൻ സഞ്ചരിക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കൊരു വരവ്. ആര്? തത്രോദ്ധവം ഭാഗവതം ദദർശ. പരമഭാഗവതനായ ഉദ്ധവന്റെ വരവ്. ആരാ ഉദ്ധവൻ? ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തത സഹചാരി. 110ഓളം വർഷം, 110-ലധികം വർഷം കൃഷ്ണന്റെ നിഴലായി ഭഗവാനെ സേവിച്ച ഭാഗവതൻ. ഒടുവിൽ കൃഷ്ണാവതാരം കഴിയുന്ന അവസാന നിമിഷം ഭഗവാൻ സർവവേദാന്ത സാരത്തെയും ഉപദേശിച്ച മഹാഭാഗവതൻ. ആ കൃഷ്ണനിൽ നിന്നും ഉപദേശങ്ങളെ സ്വീകരിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ധരിച്ചിരുന്നതായ ഭഗവാന്റെ മെതിയടികളെ, പാദുകങ്ങളെ തൻ്റെ ശിരസിലേക്ക് ഏറ്റുവാങ്ങി, ശിരസിൽ ഭഗവാന്റെ പാദുകങ്ങളും നാവിൽ കൃഷ്ണനാമവും ഹൃദയത്തിൽ കൃഷ്ണരൂപവും ധ്യാനിച്ചുകൊണ്ട് ഹിമവാന്റെ നിറകയിലേക്ക് ഭാരതത്തിന്റെ പരദേവതയായ ബദരീനാരായണന്റെ തിരുസന്നിധിയിലേക്ക് നിത്യ തപസ്സിനായി പോകുന്ന വിതുരൻ എന്ന ഭാഗവതനെ കണ്ടു. ആര്? ഉദ്ധവൻ എന്ന ഭാഗവതനെ കണ്ടു. ധൃതരാഷ്ട്ര സഹോദരനായ വിതുരൻ. പരമഭാഗവതനായ ഉദ്ധവനും പരമഭക്തനായ വിതുരനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ആലിംഗ്യഗാഠം, പരസ്പരം അവര് ആലിംഗനം ചെയ്തു എന്ന് മാത്രമല്ല, കുറച്ചു സമയത്തേക്ക് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. കണ്ണുനീരോട് കൂടിയിട്ട് ആ പരമഭാഗവതന്മാര് ആലിംഗനം ചെയ്തു. പോരാ, ആ ഭക്തന്മാര് തമ്മിൽ സംസാരിച്ചു. പരമഭക്തനായ ഉദ്ധവനും പരമഭാഗവതനായ വിതുരനും തമ്മിൽ അല്പസമയം സംസാരിച്ചു. എവിടെ വെച്ച്? വൃന്ദാവനത്തിൽ വെച്ച്. ഇത് കേട്ടപ്പോ പരീക്ഷത്തിനൊരാഗ്രഹം. എന്താ അവര് സംസാരിച്ചത്? അല്ലേ? എന്താ അവര് സംസാരിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അവര് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോഴാണ് വിതുര ഉദ്ധവ സംവാദം എന്ന പ്രകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ എന്തിനാ ഈ ഒരു കഥ നമുക്ക് ഭാഗവതം തരുന്നത്? പരമഭക്തനായ ഉദ്ധവനും പരമഭാഗവതനായ വിതുരനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ അവർക്ക് ഒന്നേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ, കൃഷ്ണനെ കുറിച്ച്. വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് ആ കൃഷ്ണഭക്തന്മാര് തമ്മിൽ കണ്ടപ്പോ പരസ്പരം പാടിയതും കേട്ടതും മുഴുവൻ ഭഗവാനെ കുറിച്ചായിരുന്നു. അപ്പൊ രണ്ട് ഭക്തന്മാര് തമ്മിൽ കണ്ടാൽ ആരെ കുറിച്ചാ അവര് പറയാ? രണ്ട് ഭക്തന്മാര് തമ്മിൽ കണ്ടാൽ അവരാരെ കുറിച്ചാ ചോദിക്കുക? ആരെ കുറിച്ചാ ചോദിക്കുക? ഭഗവാനെ കുറിച്ച്. ആരെ കുറിച്ചാ അവര് കേൾക്കാൻ ആഗ്രഹിക്കുക? ഭഗവാനെ കുറിച്ച്. ഇതെന്തിനാ നമ്മളോട് പറയണത്?
ഭക്തജനങ്ങളെ. അനൗൺസ്മെന്റ് കേൾക്കുമ്പോ നമ്മ തല പൊക്കുന്നുണ്ടല്ലോ. ഭാഗവതൻ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ രണ്ട് ഭക്തന്മാര് തമ്മിൽ കണ്ടുമുട്ടുമ്പോ ഭഗവാനെ കുറിച്ച് പറയാറുണ്ടോ? ഭഗവാനെ കുറിച്ച് ചോദിക്കാറുണ്ടോ? ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? ഇതാ ഈ വിതുരനെയും ഈ ഉദ്ധവനെയും ചേർത്തു വെച്ച് ഭാഗവതം പറയുന്നു, പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ. ടെൻഷൻ കൂട്ടുന്ന, നമ്മുടെ ഉള്ളിലുള്ളതായ പ്രഷറും വികാരവും കൂട്ടുന്നതായ വേവലാതിപ്പെടുത്തുന്ന വാക്കുകളെയാണോ നിങ്ങൾ പരസ്പരം കൈമാറുന്നത്? അല്ല, താപത്രയോന്മൂലനം, ആ ടെൻഷനെ എല്ലാം നീക്കുന്ന ഈശ്വര മഹിമകളാണോ നിങ്ങൾ പരസ്പരം കൈമാറുന്നത്? അങ്ങനെ പരസ്പരം ഭഗവാനെ കുറിച്ചാണ് നിങ്ങൾ രണ്ടുപേര് സംസാരിക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തന്മാരാണ്. അല്ല, തനി ലൗകികമായ കാര്യങ്ങളാണ് പറയണത് എന്നുണ്ടെങ്കിൽ ഭക്തി ഉള്ളില് കുറച്ച് കുറവെന്നെന്ന് ഉറപ്പിക്കാം. അപ്പൊ ഏതായാലും വിതുരനും ഉദ്ധവനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ വിതുരൻ എന്ന ആ ഭാഗവതൻ ഉദ്ധവനോട് പറയണു, ഹേ ഉദ്ധവ, അങ്ങ് മഹാഭാഗ്യവാനാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഴല് പോലെ 110-ലധികം വർഷം ആ കൃഷ്ണനെ സേവിക്കാൻ അങ്ങേക്ക് സാധിച്ചുവല്ലോ. സദാസമയവും ലോകത്തിന് മുഴുവൻ മംഗളം ചൊരിഞ്ഞുകൊണ്ട് മംഗളസ്വരൂപിണിയായ മഹാലക്ഷ്മി രുക്മിണിയോടൊപ്പം മറ്റ് 16,000-ലധികം ധർമ്മപത്നികളോടൊപ്പം പ്രദ്യുമ്നോടും സാമ്പനോടും അനിരുദ്ധനോടുമൊപ്പം അക്രൂരാദി ഭാഗവതന്മാരോടൊപ്പം ദ്വാരകാധീശനായി സർവ സദ്ഗുണമാഹാത്മ്യത്തോടു കൂടിയിട്ട് വളരെ കഴിയുന്നതായ ആ കൃഷ്ണനെ കുറിച്ച് അങ്ങ് പാടിത്തരൂ. കൃഷ്ണൻ ഇപ്പൊ എന്താ ചെയ്യണത്? കൃഷ്ണൻ ഇപ്പൊ എന്താ നടത്തുന്നത്? കൃഷ്ണനെ ആശ്രയിച്ച ഭക്തന്മാരുടെ അവസ്ഥ എന്താ എന്നൊക്കെ ആ വിതുരൻ ഉദ്ധവനോട് ചോദിച്ചപ്പോഴാണ് ഉദ്ധവൻ ഒരു കാര്യം ബോധ്യായത്. പാവം വിതുരൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കൃഷ്ണനാട്ടം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചുപോയി എന്നുള്ള വാർത്ത. ഇവിടെ ഉദ്ധവനൊരു സങ്കടം. എന്ത്? കൃഷ്ണൻ പോയി എന്ന് പറയാൻ ഉദ്ധവനും പറ്റണില്ല. കാരണം തതസ്തമന്തർഹൃദി സന്നിവേശ്യ, ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും ഉദ്ധവൻ കാണുന്നുണ്ട് തന്റെ ഹൃദയമാകുന്നതായ സിംഹാസനത്തില് പുഞ്ചിരിച്ചുകൊണ്ട് ഗച്ഛോദ്ധവ എന്നുള്ളതായ ഭാവത്തില് ഹിമാലയത്തിലേക്ക് ബദരീനാഥത്തിലേക്ക് തന്നെ യാത്രയാക്കിയ മഹായോഗിൻ ആയിട്ടുള്ള ആ കൃഷ്ണനെ ഹൃദയത്തിൽ കാണുന്ന ഉദ്ധവന് കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാൻ പോയി എന്ന് പറയാനും പറ്റണില്ല. അതുകൊണ്ട് ഉദ്ധവൻ എന്ത് ചെയ്തു? ദേവകീ വസുദേവ പുത്രനായി കംസന്റെ കാരാഗ്രഹത്തിൽ 125 വർഷം മുമ്പ് അത്ഭുതപാലകനായി അവതരിച്ച ഭഗവാന്റെ കൃഷ്ണാവതാരം മുതൽ അമ്പാടിയിൽ ഭഗവാൻ നടത്തിയ ബാലലീലകളും വൃന്ദാവനത്തിൽ നടത്തിയ രാസലീലാദി ആനന്ദലീലകളും മധുരയിൽ നടത്തിയ കംസവധാദി വീരലീലകളും ദ്വാരകാധീശനായി ത്രിലോകീഗ്രഹസ്ഥനായി ഭഗവാൻ നടത്തിയ അത്യദ്ഭുത ലീലകളെയും വിതുരന്റെ മുൻപിൽ വിസ്തരിച്ചു പാടി ഒടുവിൽ ഭഗവാന്റെ കൃഷ്ണാവതാര സമർപ്പണം, ശ്രീകൃഷ്ണ സ്വധാമഗമനം അവിടെ അറിയിച്ചു. പ്രോച്യോദ്ധവായ ച പരം സമകാൽ സ്വധാമ. എനിക്ക് ആ ഭാഗവതത്തിന്റെ സാരത്തെ, വേദാന്ത സാരത്തെ ഉപദേശമായി തന്ന് ജരാ എന്ന വേടന്റെ അമ്പുകളെ നിമിത്തമാക്കി ഭഗവാൻ കൃഷ്ണനാട്ടം കഴിഞ്ഞ് തിരിച്ചുപോയി വിതുര എന്ന് ഉദ്ധവൻ പറഞ്ഞതും നിറകണ്ണുകളോടുകൂടിയിട്ട് ആ വിതുരൻ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. 36 വർഷം തീർത്ഥാടനം എന്ന ഭാവത്തിൽ ഈ ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന എനിക്ക് അവസാനമായിട്ട് ആ കൃഷ്ണനെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. ഞാൻ മറന്നുപോയല്ലോ കൃഷ്ണനെ എന്ന് വിതുരൻ പറഞ്ഞപ്പോഴാണ് ഉദ്ധവൻ വിതുരനോട് പറഞ്ഞത്, വിതുര, അങ്ങ് ഭഗവാനെ മറന്നിട്ടുണ്ടാവാം, പക്ഷേ ഭഗവാൻ അങ്ങയെ മറന്നിട്ടില്ല. കൃഷ്ണാവതാരം സമർപ്പിക്കുന്ന രംഗത്തിൽ മൈത്രേയൻ എന്ന മഹർഷിയോട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, വിതുരൻ എന്ന എൻ്റെ പരമഭക്തനെ
എന്നെങ്കിലും അങ്ങ് കണ്ടുമുട്ടുകയാണെങ്കിൽ വേദാന്തസാരത്തെ, ഭാഗവത ധർമ്മത്തെ അങ്ങ് വിതുരന് ഉപദേശിച്ചു കൊടുക്കണം, ഭാഗവതത്തെ കൊടുക്കണം എന്ന്. ഇത് കേട്ടപ്പോ വിതുരനുണ്ടായ ആനന്ദത്തിന് അതിരില്ല. കാരണം താൻ ഭഗവാനെ മറന്നു എന്നുണ്ടെങ്കിലും ഭഗവാൻ തന്നെ ഓർമ്മിച്ചുവല്ലോ എന്നതായ സന്തോഷത്തോടെ, ധന്യതയോടെ ആ രാത്രി മുഴുവൻ യമുനാ നദിയുടെ ഓളപ്പരപ്പിനരികില് ആ ഭഗവാന്റെ തൃപ്പാദം മൂടി നടന്നതായ യമുനാ തീരത്തെ പൂഴിമണലില് ഉദ്ധവനും വിതുരനും ഇരുന്നുകൊണ്ട് കൃഷ്ണകഥകളെ, കൃഷ്ണലീലകളെ, കൃഷ്ണകീർത്തനങ്ങളെ പാടി രാധാതിദേവികമാരുടെ, ഗോപികമാരുടെ പാദസ്പർശമേറ്റ ആ വൃന്ദാവനത്തിലെ ധന്യധന്യമായ രാസനികുഞ്ചാദികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ആ കൃഷ്ണപ്രേമം അവരനുഭവിച്ചു. ഒടുവിൽ പിറ്റേ ദിവസം ഹരിഹരദ്വാരമായ ഹരിദ്വാറിൽ വച്ച് അവര് വേർപിരിയുന്നു. ഉദ്ധവൻ ബദരീധാമത്തിലേക്കും വിതുരൻ ഗംഗാതീരത്തുള്ള മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്കും വന്നു ചേരുന്നു. അവിടെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിയതായ വിതുരൻ പരമഭക്തനായ മൈത്രേയ മഹർഷിയെ വീണ് നമസ്കരിച്ചു. മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് വിതുരൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ഈ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായതുകൊണ്ടാണ് ഭാഗവതം ഇന്നും ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. കാരണം ഈ ലോകമുള്ളിടത്തോളം കാലം ഈ ചോദ്യവും അതിനുത്തരമായ ഭാഗവതം ഉണ്ടാകുന്നതാണ്. എന്താ ചോദ്യം ചോദിച്ചത്? സുഖായ കർമാണി കരോതി ലോകഃ ന തൈ സുഖം വാ അന്യതു പാരമം വാ വിന്ദേത ഭൂയസ്തദ ഏവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദെന്ന. മനസ്സിലായോ? 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 മനസ്സിലായിട്ടില്ല. വിതുരനും അതന്നെയാ പറയണത്. മനസ്സിലാവണില്ലല്ലോ. എന്താ മനസ്സിലാവാത്തതെന്നറിയോ? സുഖായ കർമാണി കരോതി ലോകഃ. ഈ ലോകത്തില് കർമ്മം ചെയ്യാത്ത ഒരാളും ഇല്ല, അല്ലേ? നമ്മുടെയൊക്കെ ചിന്തകളും നമ്മുടെയൊക്കെ മനസ്സും സദാസമയവും ചെയ്യലിലാണ് ഇരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കണ നിങ്ങളുടെ തന്നെ മനസ്സ് പ്ലാൻ ഇടുന്നുണ്ടാവും. ഇപ്പൊ ഇയാള് നിർത്തി കഴിഞ്ഞിട്ട് വേണം, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അല്ലേ? അപ്പൊ ഈ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും ചിന്ത? ചെയ്യലിനെ കുറിച്ചായിരിക്കും. ഇനി ചെയ്യാൻ പുറപ്പെട്ടാൽ നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ, ഇത് ചെയ്തു കഴിഞ്ഞിട്ട് എപ്പോഴാ ഞാനൊന്ന് ഇരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇരിക്കുമ്പോ ചെയ്യണമെന്നും ചെയ്യുമ്പോ ഇരിക്കണമെന്നും ആഗ്രഹിച്ച് ഇരിക്കാൻ പറ്റാണ്ട്, ചെയ്തു തീർക്കാൻ പറ്റാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കുറിച്ചാണ് വിതുരന്റെ ചോദ്യം. സുഖായ കർമാണി കരോതി ലോകഃ. പല പല കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ലോകം. എന്തിനാ ചെയ്യണതെന്ന് ചോദിച്ചാൽ, അല്ലേ, എന്തിനാ ചെയ്യണതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ: സുഖാവണം, അല്ലേ? ഏത് കർമ്മം ചെയ്യണമെങ്കിലും നമ്മൾ സുഖാവണം എന്നുള്ള വിചാരത്തിലാണ് ചെയ്യണത്. കല്യാണം കഴിച്ചത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. കുട്ടികളുണ്ടായത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അവരെ വളർത്തിയത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. വീട് വെച്ചത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. 4 മണിക്ക് കാപ്പി കുടിച്ചത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിന്? കാലിങ്ങനെ കുറെ സമയം മടക്കി വെച്ചപ്പോ നിവർത്തണത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. നിവർത്തിയ കാലം അടക്കണത് എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നും വേണ്ട, നിസാരമായിട്ട് കരുതുന്ന നമ്മളിങ്ങനെ ഒന്ന് ചൊറിയണുണ്ടല്ലോ, ചൊറിയണത് എന്തിനാ? ചൊറിയുമ്പോ ഒരു സുഖം കിട്ടണുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണുണ്ടെങ്കിലും, നമ്മൾ എന്ത് കർമ്മം ചെയ്യണുണ്ടെങ്കിലും നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: സുഖായ കർമാണി. സുഖം കിട്ടണം, സുഖം കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണുണ്ടെങ്കിലും നമുക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: സുഖം കിട്ടണം. ഇപ്പൊ എത്ര വയസ്സായി? 89. ഇത്ര കാലവും ചെയ്തു, ഇല്ലേ? ചെയ്തു. എന്തിന്? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയോ? അപ്പൊ ഇയാള് പറയാ,
അടുത്ത ജന്മത്തിൽ കിട്ടുമോ എന്നാ ഇനിയിപ്പോ സംശയം അല്ലേ. ഈ ജന്മത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോ ഇത്ര കാലം സുഖത്തിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട്, ഇത്രയും കാലം സുഖത്തിന് വേണ്ടി പല പല കർമ്മങ്ങളും ചെയ്തിട്ട് സുഖം കിട്ടണില്ല. എന്നാൽ ദുഃഖം കിട്ടാൻ നമ്മൾ വല്ലതും ചെയ്യണുണ്ടോ? അല്ലേ? ആരെങ്കിലും ഇന്നുവരെ ദുഃഖം വരണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തത് കണ്ടിട്ടുണ്ടോ? അമ്പലത്തിൽ പോയിട്ട് മേശാന്തിയോട് പറയുക, ഒരു പുഷ്പാഞ്ജലി കഴിക്കണം. എന്താ അറിയില്ല, ഈയിടെയായിട്ട് ഒരു ടെൻഷനും ഇല്ല, പുഷ്പാഞ്ജലി കഴിച്ചിട്ട് ടെൻഷൻ വരുമോ നോക്കാം. അല്ലേ? അസലായി. പുഷ്പാഞ്ജലിയും കഴിക്കണ്ട, ഒരു വഴിപാടും കഴിക്കണ്ട, ഈ പറഞ്ഞ സാധനം കൃത്യം 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 വരുന്നുണ്ട്. ഏത്? ടെൻഷൻ. ഒന്ന് കഴിയുമ്പോഴേക്ക് ഒന്ന്, അത് കഴിയുമ്പോഴേക്ക് അടുത്തത്. സമുദ്രത്തിൽ എപ്രകാരമാണോ തിരമാലകള് ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്നത്, അതുപോലെ ഓരോ തരത്തിലുള്ള ദുഃഖങ്ങള് മാറി 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 ജീവിതത്തിൽ അനുഭവിക്കുമ്പോ യതത്ര യുക്തം, എനിക്ക് മനസ്സിലാവണില്ലല്ലോ ഗുരുനാഥ, സുഖത്തിന് വേണ്ടിയിട്ട് മെനക്കെട്ട ഇവർക്ക് എന്താ സുഖം കിട്ടാത്തത്? ദുഃഖത്തിന് വേണ്ടി ആഗ്രഹിക്കാതിരുന്നിട്ടും ഇവർക്ക് എന്താ ദുഃഖം വന്നു ചേരുന്നത്? ഇനി ഇതൊന്നുമല്ല രസം. ഇത്രയൊക്കെ ദുഃഖം ഉള്ളിലുണ്ടെങ്കിലും സുഖാണോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് കളവ് പറയുകയും ചെയ്യും. അല്ലേ? സുഖാണോ എന്ന് ചോദിച്ചാൽ പറയുന്ന കളവെന്താ? അല്ലേ? മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ഗുളിക വാങ്ങാൻ നിൽക്കുന്ന ആളോട് ചോദിച്ചതാ സുഖാണോ എന്ന്. അപ്പോഴും അയാൾ പറയാ, ഓ സുഖാണ് സുഖാണ്. സുഖാണോ? അല്ല, പിന്നെന്താ സുഖാണോ എന്ന് പറഞ്ഞത്? അതങ്ങനെ പറഞ്ഞ് ശീലിച്ചു. അപ്പോ സുഖാണോ എന്നുള്ള ചോദ്യവും സുഖമാണ് എന്നുള്ള ഉത്തരവും യഥാർത്ഥത്തില് ഉള്ളിൽ നിന്നുള്ള ഉത്തരല്ല. അല്ലേ? പിന്നെ എന്തിനാ സുഖാണോ എന്ന് നമ്മൾ അതൊരു ഒരു സൈക്കോളജിയാ, അത് ഒരു മനഃശാസ്ത്രമാണ്. നമ്മൾ ആരോടാ സുഖാണോ എന്ന് ചോദിക്കുക? നമ്മൾ ആരോടാ സുഖാണോ എന്ന് ചോദിക്കുക? തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ കിടക്കുന്ന ആളോട് പോയിട്ട് സുഖാണോ എന്ന് ചോദിക്കുമോ? ഇല്ല. നമ്മള് സുഖാണോ എന്ന് ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട്. എന്ത്? ഇയാള് സുഖാണെന്നേ പറയുള്ളൂ എന്ന് ഉറപ്പുള്ള ആളോടെ നമ്മൾ ഈ ചോദ്യം ചോദിക്കൂ. അല്ലേ? സുഖാണോ എന്ന് ചോദിക്കുമ്പോ അല്ല, നീ സുഖാക്കി തരുമോ എന്ന് ചോദിച്ചാലോ നമ്മൾ പെട്ടു. അപ്പൊ സുഖാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ സുഖാണ് എന്ന് പറയും. ഈ ഒരു ഉത്തരാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ ഉദ്ധവൻ അല്ലെങ്കിൽ വിതുരൻ ഈ സൃഷ്ടിയിൽപ്പെട്ട നമ്മളോട് പറയാണ്, യഥാർത്ഥത്തിലുള്ള ഉത്തരമാണോ അത്? നിങ്ങളൊക്കെ ശരിക്കും സുഖമുള്ളവരാണോ? ശരിക്കും നിങ്ങൾ ആനന്ദം അനുഭവിക്കണവരാണോ? ഈ ഒരു ചോദ്യമാണ് വിതുരന്റെ ചോദ്യം. ഹരേ പദാനുസ്മൃതി നിർവൃതസ്യ സമസ്ത ദുഃഖാത്യയമാശുധത്തെ. യാതൊരു ഭഗവാന്റെ മുൻപിലെത്തുമ്പോഴാണോ, യാതൊരു ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണോ ദുഃഖങ്ങളെല്ലാം ഒടുങ്ങുന്നത്? ആ ദുഃഖമൊടുക്കുന്ന തമ്പുരാന്റെ മുൻപിലേക്ക് എത്താൻ എന്താ ഈ ലോകവിമുഖത കാണിക്കുന്നത്? ഭഗവാനെ സേവിക്കുക. എത്രയോ എത്രയോ സജ്ജനങ്ങള് ഈ പ്രാരബ്ധത്തിൽ നിന്ന് മറികടന്നത്. അല്ലേ? വാൽമീകിയാണെങ്കിലും പൂന്താനമാണെങ്കിലും മേൽപ്പത്തൂരാണെങ്കിലും വന്ന ശോകത്തെ, വന്ന രോഗത്തെ മറികടന്നത് ഭഗവാനെ സേവിച്ചിട്ട് തന്നെയാണ്. രാമകഥ പാടിയതായ വാൽമീകിയും ജ്ഞാനപ്പാന പാടിയ പൂന്താനവും നാരായണീയം സേവിച്ചതായ മേൽപ്പത്തൂരും ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് എത്തിയത് ഓരോ ഓരോ താപങ്ങളെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ വേർതിരിക്കാൻ, ഈ ദുഃഖങ്ങളെ എല്ലാം മറികടക്കാൻ മനസ്സിന് ശക്തി പകരാൻ കേവലം ഈശ്വര ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് ഈ ലോകത്തിന് എത്രയോ മഹാത്മാക്കള് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്താ ഈ ലോകം ഭഗവാന്റെ അടുത്തേക്ക് വരാത്തത്? എന്താ ഈ ലോകം ഇങ്ങനെയായത്? എന്താ ഈ ലോകം ഇങ്ങനെയായത് എന്ന ആ വിതുരന്റെ സംശയം, വേവലാതി, അത് കേട്ടപ്പോഴാണ് മൈത്രേയ മഹർഷി വിതുരനോട് പറയണത്, വിതുര, ലോകത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ലോകം നേരെയാവുക അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഒരു ദിവസം ഈ ലോകം മുഴുവൻ നേരെയാവുന്നു?
നടക്കാത്ത കാര്യം. അശ്വാവിൻവാലെന്ന പോലെ വളയുമുലകിനെ നേരെയാക്കാൻ പ്രയാസം. അല്ലേ? ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും നേരെയാക്കാൻ പുറപ്പെട്ടിട്ട് നേരെയാവാത്ത സാധന ലോകം. അപ്പൊ ലോകം നേരെയാക്കല് അത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ലോകത്തിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ ഒരു വഴി എന്താ അറിയോ? ലോകം ഇങ്ങനെയൊക്കെയാണ് എന്ന് പഠിക്കുക. ഈ ലോകത്തെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ലോകം നമ്മളെ ബാധിക്കില്ല. ഏതുപോലെ? നമ്മളൊരു സിനിമ കാണാൻ പോവുക. നമ്മളൊരു സിനിമ കാണാൻ പോവുക. അപ്പൊ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാരൻ ഈ സിനിമ കഥ മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറയല് മാത്രല്ല, അഭിനയിച്ച് തന്നിട്ടുണ്ട്. അല്ലേ? അവസാനം ഉണ്ടല്ലോ, അതിന്റെ ക്ലൈമാക്സില് നായകന് വില്ലൻ നായകന്റെ മാറിടത്തില് കത്തിയെടുത്ത് കുത്തും. നമ്മൾ ചത്തുപോയി നായകൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നായകൻ അവസാനം ചാടി എഴുന്നേറ്റ് വില്ലനെ കൊല്ലുമ്പോളാ സിനിമ കഴിയുക. ഇത് ഈ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത് വിചാരിക്കുക. നായകനെ കത്തിയെടുത്ത് കുത്തിയാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമോ? ടെൻഷൻ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? നമുക്കറിയാം എന്ത്, എത്ര കുത്തിയാലും ഇവൻ ചാവില്ല, കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഈ കഥ അറിയാതെയാണ് നമ്മൾ ആ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിലോ, നായകന് കുത്തുന്ന ഓരോ കുത്തും നമ്മുടെ നെഞ്ചിലാ നമ്മൾ അനുഭവിക്കുക. അപ്പോ ഇതുപോലെ കഥയറിഞ്ഞാൽ പിന്നെ കഥ നമ്മളെ ബാധിക്കില്ല. മായാജാലം, മാജിക്ക്, ഈ മാജിക്ക് നമ്മളെ ബാധിക്കാണ്ടിരിക്കാനുള്ള ഒരു വഴി എന്താ? നമ്മൾ മാജിക്ക് പഠിക്കല. അല്ലേ? മാജിക്ക് പഠിച്ച ഒരാളെ മാജിക്ക് കാണുമ്പോൾ ഒരിക്കലും അത്ഭുതം ബാധിക്കില്ലല്ലോ. ഇതുപോലെ ഈ ലോകം ഇങ്ങനെയൊക്കെയാണ്, ഈ ലോകത്തിന്റെ സ്ഥിതി ഇതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ലോകം പിന്നെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കില്ല. കുഞ്ഞുണ്ണി മാഷ് എന്ന ആ സരസകവി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു ചെറിയൊരു വാക്കിൽ കൂടിയിട്ട്. വള്ളം വെള്ളത്തിൽ കിടന്നോട്ടെ, വെള്ളം വള്ളത്തിൽ കയറാതെ സൂക്ഷിച്ചാൽ മതി. അല്ലേ? ഈ പ്രാരബ്ധമുള്ള ലോകത്തിൽ നമ്മൾ എങ്ങനെ സഞ്ചരിച്ചാലും കുഴപ്പമില്ല. ലോകത്തിന്റെ പ്രാരബ്ധം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയോ നമ്മൾ മുങ്ങിത്താഴും. അങ്ങനെ കയറാതിരിക്കാൻ കയറുന്ന പ്രാരബ്ധത്തെ കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അതിനകത്തേക്ക് ഈശ്വര കഥകളെ നിറയ്ക്കുക. ഇപ്രകാരമാണോ ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ലായനി നിരന്തരമായിട്ട് ഒഴിക്കുമ്പോൾ ആ പാത്രത്തിലുള്ള ഉപ്പ് സ്വാദ് കുറഞ്ഞു കുറഞ്ഞ് മധുരം നിറയണത്, അല്ലെങ്കിൽ അതിലുള്ള ഉപ്പ് സ്വാദ് പുറത്തേക്ക് പോയി മധുരം നിറയണത്, അതുപോലെ ഉള്ളിൽ നിറയുന്ന പ്രാരബ്ധത്തിന്റെ ആ ഉപ്പുരസം ഇല്ലാണ്ടാവാൻ ഹരികഥയാകുന്ന മാധുര്യം ഹൃദയത്തിലേക്ക് കോരി നിറയ്ക്കാൻ നമുക്ക് നാളെ മുതലുള്ള തുടർന്നുള്ള ദിവസങ്ങളിലും സാധിക്കട്ടെ.